മ്യൂസിക് കഫേ സീസൺ 2 സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുക, അതായത് ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞ് നമുക്കൊരു വലിയ ഫിലിമോഗ്രഫി ഒന്നും കാണത്തില്ല. കുറച്ച് ചൂസ് ചെയ്ത സിനിമകളായിരിക്കും പുള്ളിക്കാരി അഭിനയിക്കുക. ആൻഡ് ആ സിനിമകളൊക്കെ വളരെ കലാമൂല്യമുള്ള സിനിമകളായിരിക്കും. സോ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അനുമോൾ. അനു, വെൽക്കം ടു മ്യൂസിക് കഫേ. താങ്ക് യു. 2024 അനുവിൻ്റെ മലയാള സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആരോ ആണ്. അതുപോലെ തന്നെ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. തമിഴിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു അയലി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ആണ് റണ്ണിങ് സീരീസ്. സോ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോണു. സീരീസ് ആണ് ഹാർട്ട് ബീറ്റ്, ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ബഞ്ച് വന്നിട്ട് 40 എപ്പിസോഡോളം വന്നു. അയലി എൻ്റെ കഴിഞ്ഞ വർഷത്തെ റിലീസായിരുന്നു. ഒരുപാട് നല്ല റെസ്പോൺസും ഒരുപാട് എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്ന് ഭയങ്കര സ്നേഹവും. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, തമിഴ്നാട്ടിൽ അടുത്ത അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കും എല്ലാവരും. അപ്പം അങ്ങനെ തമിഴ് ആൾക്കാരുടെ ഒരു ഫുൾ സ്നേഹം കിട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് ഞാൻ. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI അല്ലെങ്കിൽ അനു ആ സിനിമ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന്, എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞ സമയത്ത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറും ഒരു റോൾ, ഭയങ്കര ഡിഫറെൻ്റ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ, തൻ്റെ ഇടമായിട്ട് തൻ്റെ ശരികൾ ശരിയെന്ന് പറഞ്ഞ് ജീവിക്കുകയും തനിക്ക് തെറ്റുകൾ തെറ്റ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഊർമിള എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം അത് ഞാൻ മുമ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്തിട്ടില്ല. രണ്ട്, അവരെൻ്റെ അടുത്ത് കഥ പറയാൻ വന്നത് ഞാൻ കൊച്ചിയിലുള്ളപ്പോഴോ നാട്ടിൽ നിന്ന് ഉള്ള സമയത്തോ ഒന്നുമല്ലാണ്ട് അവർ കാരക്കുടി വന്നിട്ട് അവിടെ ലൊക്കേഷനിൽ വന്ന് അവർ എത്രയോ ദൂരം, അതും ബൈ റോഡൊക്കെ ട്രാവൽ ചെയ്ത് വന്ന് കഥ പറഞ്ഞപ്പം അവർക്ക് ഒരു ജെന്യുവിനിറ്റി ഉണ്ടല്ലോ. ഇത് കഥ പറഞ്ഞ് ഈ ആർട്ടിസ്റ്റിനെ നമുക്ക് കമ്മിറ്റ് ചെയ്യണം, ഈ ആർട്ടിസ്റ്റ് നമുക്ക് വേണം എന്നുള്ള അവരുടെ ആ ഒരു ഇമോഷൻ എനിക്ക് കൺവേ ആയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഡയറക്ടറും റൈറ്ററും വന്ന് കഥ പറയുന്ന സമയത്ത് അവർക്ക് ഈ സിനിമയോടും ഈ സബ്ജക്റ്റിനോടും ഉള്ളൊരു ക്ലാരിറ്റിയും ഒരു ആത്മാർത്ഥതയും അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ആ ഡയറക്ടർക്ക് സിനിമയോടുള്ളൊരു പാഷൻ കണ്ടപ്പം എനിക്ക് പാഷനും അദ്ദേഹം സിനിമ നറേറ്റ് ചെയ്യുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സിനിമയും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എങ്ങനെയും ഗംഭീരമായി സിനിമയിൽ വരാൻ പോകുന്ന ഒരാളാണ് എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടുമല്ലോ. അതുമല്ല, ഈ സിനിമയും ഇദ്ദേഹത്തിൻ്റെ മാക്സിമം ചെയ്യും, ആ ടീം അതിൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ ഉള്ള വൈബ് എനിക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സബ്ജക്റ്റ് എന്തായാലും ഇഷ്ടപ്പെടുമ്പം പിന്നെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളെപ്പോഴും പല പല ലൈഫുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരാൾ ലൈഫ് തുടങ്ങി ലൈഫിൽ എൻഗേജ്ഡ് ആവുന്ന ഒരു സാധനം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നി ശരിയാണല്ലോ. അത് നമ്മുടെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് പോലെ ഒരു സ്പേസ് അല്ലേ. അപ്പം അതിനെപ്പറ്റി ഒരു സിനിമ എന്ന് പറയുമ്പം ഇത് കാണുന്ന ആളുകളെല്ലാവരും ഇപ്പം ഞാൻ ആലോചിച്ച പോലെ തന്നെ ശരിയാണല്ലോ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പരിപാടി പിടിക്കാമല്ലോ എന്ന് ആളുകൾക്ക് കൺവേ ആവും. അങ്ങനെയൊക്കെയുള്ള പല തോട്ട് എനിക്കുണ്ടായിരുന്നു ഈ കഥയിൽ. ഞാൻ കണ്ട കുറേ പോയിന്റ്സ് ഇതൊക്കെയാണ്. അങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനു ചെയ്യുന്ന ക്യാരക്ടർ എപ്പോഴും ലിറ്ററേച്ചർ മൂവീസ് എന്നൊക്കെ പറയുന്ന സിനിമകളുടെ ഭാഗമാണ് അനു കൂടുതലും ആവുന്നത്. അപ്പോൾ അനു അത് ചൂസ് ചെയ്യുന്നതാണോ? എപ്പോഴും ഒരു ആക്ടർക്ക് നമുക്ക് വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് പറ്റുക. ഞാനിതുവരെ അങ്ങനെയാണ്, ആ ഒരു ഫോർമാറ്റിലാണ് എൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പം എനിക്ക് വരുന്നതും അങ്ങനെയാണ്. പിന്നെ മേ ബി പല വലിയ ഹിറ്റായി വന്ന സിനിമകളും ഞാൻ ചെയ്യാണ്ട് പോയ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പം മേ ബി അത് എൻ്റെ ഒരു സെലക്ഷനിലും വന്നതായിരിക്കും. ഞാൻ ഈ അക്കാഡമിക്കൽ സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഞാൻ ഒരു സിനിമയ്ക്കും വെക്കുന്നില്ല. എനിക്കിഷ്ടപ്പെടുന്ന ക്യാരക്ടർ, എനിക്കിഷ്ടപ്പെടുന്ന സിനിമ, എനിക്കിഷ്ടപ്പെടുന്ന ടീം, അങ്ങനെയൊക്കെ നോക്കിയാണ് ഒരു 90% സിനിമകളും ചെയ്യുന്നത്. നമ്മൾ ഈ ലിറ്ററേച്ചർ മൂവീസ് ചെയ്യുക എന്ന് പറയുമ്പോഴേ എനിക്ക്, അതായത് ഒരു ജനറൽ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളൊരു ഹോംവർക്ക് വേണ്ടുന്ന ഏരിയ ആണോ അത്? അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും വേണമെങ്കിലും ബുക്കൊക്കെ കുറച്ചും കൂടെ വായിക്കണ്ടേ, അത് റിലേറ്റഡ് വരുന്ന ബുക്സ് ഒക്കെ? സത്യം പറഞ്ഞാൽ എല്ലാത്തിനും ഹോംവർക്കും ഡെഡിക്കേഷനും അതിൻ്റെ പിന്നിൽ നല്ല അധ്വാനവും പണിയെല്ലാം വേണ്ടതുണ്ട്. ബുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാക്കി തരും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ബുക്കായിട്ട് അതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഓരോ പുസ്തകം വായിക്കുന്ന ആളുകളുടെ മനസ്സിലും ഒരു വിഷ്വൽ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം വായിക്കുമ്പോൾ നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ വേയിലാണ് നമ്മൾ മനസ്സിലത് സങ്കല്പിച്ച് വെക്കുക. അപ്പോൾ വേറൊരാൾ ആ സങ്കല്പം, ഒരു ഡയറക്ടറും റൈറ്ററും അത് സിനിമയാക്കി മാറ്റുമ്പം
നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ സങ്കല്പം അവിടെ ഉണ്ട്, മറ്റൊരാളുടെ സങ്കല്പം നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്ക് പേഴ്സണലി ഭാഗ്യത്തിന് അകമായാലും ഈവൻ മേഘരൂപനായാലും ഒക്കെ ഞാൻ പണ്ട് വായിച്ച ബുക്കുകളായിരുന്നു. അപ്പം അതെവിടേക്കോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആ ബുക്കുകൾ രണ്ടാമത് വായിച്ചില്ല. എന്നോട് വായിക്കരുത് എന്ന് ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘരൂപൻ്റെ സമയത്ത്. എന്നാൽ നേരെ തിരിച്ച് ഞാൻ ചെയ്യുന്ന സമയത്ത് രഞ്ജിത്തേട്ടൻ ആദ്യം എനിക്ക് ബുക്ക് തരികയാണ് ചെയ്തത്. ഇത് വായിക്കൂ എന്നിട്ട് എന്നെ വിളിക്കൂ എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അനുവിൻ്റെ സിനിമയിൽ വന്ന കരിയർ നമ്മൾ നോക്കുമ്പോൾ 13 years, ഓൾമോസ്റ്റ് 13 years ഓഫ് ജേർണി. 15 ആയോ? ഓക്കെ, 15 years ജേർണി. ഹൗ വാസ് ദാറ്റ്, ആ ഒരു ലൈഫിലെ ജേർണി? എനിക്ക് ഓരോ ദിവസവും ഞാൻ ബെറ്റർ ആക്കാൻ നോക്കുന്നു, ഓരോ ദിവസവും ബെറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ ചെയ്തതിനേക്കാൾ നന്നായി ഇന്ന് പെർഫോം ചെയ്യാൻ പറ്റണം. ഇന്നലെ എൻ്റെ ചുറ്റുപാടിന് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതിനേക്കാൾ ഇന്ന് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ ശ്രമിക്കാറ്. ഈവൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇന്നലെയും കൂടെ ഞാൻ ഷൂട്ടിൻ്റെ സെറ്റിൽ എൻ്റെ ക്ലോസ് എടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഓപ്പോസിറ്റ് ആക്ടറുടെ ക്ലോസ് എടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ എൻ്റെ ക്ലോസ് ഒന്നും കൂടെ എടുക്കണമെന്ന് എനിക്കൊരു സംശയം. എന്താ വെച്ചാൽ ഞാൻ മറ്റു കുട്ടിക്ക് കൗണ്ടർ കൊടുത്തപ്പം ഞാൻ ഒന്നും കൂടെ നന്നായി ചെയ്ത പോലെ എനിക്ക് തോന്നി എൻ്റെ ക്ലോസിനെക്കാട്ടിലും. അപ്പം എന്നോട് ഡയറക്ടർ പറഞ്ഞു, ഇല്ല, അനു ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടത് അനു ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് അനു അതിൻ്റെ ഒരു ഫ്ലോ അനുവിന് കിട്ടിയ പോലെ തോന്നുന്നതാണ്, അതല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, ആ ഷോട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അതെപ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നും. ചെയ്ത് കഴിയുമ്പോൾ അതൊന്നും കൂടെ ബെറ്റർ ആക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നമ്മളൊരു സീൻ പെർഫോം ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും എപ്പോഴും തോന്നും. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ ആ ഒരു ഫ്ലോനനുസരിച്ച് ആദ്യമൊക്കെ സങ്കടം വരും, പിന്നെ അതിൻ്റെ ഒരു ഫ്ലോനനുസരിച്ച് നമുക്ക് അപ്പോൾ ആ മൊമെൻറ്റിൽ എന്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെയൊക്കെ സം എനർജി എന്താണോ വെച്ചാൽ അത് അതിന് വേണ്ട പോലെ വന്നോളും എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഇതാണ്, എല്ലാ ദിവസവും എല്ലാ മൊമെൻറ്റിലും മാക്സിമം ചെയ്യാൻ നോക്കുക, ബെറ്ററാക്കാൻ ട്രൈ ചെയ്യുക. ഷൂട്ടൊന്നും ഇല്ലാതെ നാട്ടിൽ നിൽക്കുമ്പോൾ അനുവിൻ്റെ ഒരു ഡേ എങ്ങനെ? രാവിലെ എപ്പോഴാണോ എണീക്കണം അപ്പം എണീക്കും. അതിപ്പോൾ ചിലപ്പോൾ ഒരു പണിയില്ലാതിരിക്കുന്ന ദിവസം നമ്മൾ നേരത്തെ എണീക്കുമല്ലോ, അന്ന് ഭയങ്കര ആവേശമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ലേറ്റായിട്ട് എണീക്കും. അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ശ്രീകുട്ടിക്ക് ഇപ്പോൾ 11-12 വയസ്സായി. കുഞ്ഞാകുമ്പോൾ മുതൽ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ചേച്ചി എണീറ്റില്ല അമ്മായി എന്ന് വെച്ചിട്ട് അവൾ വരും. അവൾക്കൊരു സഹി കേട്ട് ഒരു 9 മണി 9:30 വരെ ഒന്നും ഞാൻ എണീറ്റില്ല എന്ന് കണ്ടാൽ അവൾ റൂമിലേക്ക് കയറി വരും. പിന്നെ എന്താ എണീക്കാത്ത, എത്ര നേരമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വക ഒരു ചീത്തയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് രാവിലെ തന്നെ അമ്മായിക്ക് എന്താ അവിടെ കാര്യം എന്ന് പറഞ്ഞാൽ അവളെ ഓടിച്ചു വിടും. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ എണീറ്റ് വന്നൊരു കാപ്പി എടുത്ത് ഞാൻ 1 മണിക്കൂർ ഇരിക്കും. വടുക്കോർത്ത് വീടിൻ്റെ ബാക്ക് സൈഡിലാണോ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ, ഉമ്മർത്താണോ അന്ന് വന്നിരിക്കണമെന്ന് വെച്ചാൽ അവിടെ 1 മണിക്കൂർ ഇരുന്ന് ഫോണൊക്കെ നോക്കി, എന്തെങ്കിലുമൊക്കെ നല്ല ലൈറ്റോ നല്ല മൂടൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ചുറ്റും നടന്ന് അവിടെയുള്ള പൂക്കൾ ഇലകളൊക്കെ ഫോട്ടോ എടുക്കുക. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുക. അമ്മ അങ്ങനെ കഴിക്കാൻ പറയും, പക്ഷെ കഴിക്കലൊക്കെ എനിക്ക് തോന്നുന്നു 1 മണി 2 മണിക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുവരെ ഇങ്ങനെ ഉഴപ്പി ഇരിക്കും, TV കാണും, പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും. കുറേ ബെഡിൽ കിടന്ന് പുസ്തകം വായിക്കും, കുറേ അമ്മോട് വർത്താനം പറയും. പിന്നെ ഞാൻ വന്നത് അറിഞ്ഞാൽ അപ്പുറത്തെ രത്നാൻറ്റി ഉണ്ട്, രത്നാൻറ്റി ചിലപ്പോൾ പഴംപൊരിയോ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുത്തരും. ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ 4 മണിയായാൽ കൃഷ്ണേട്ടൻ്റെ ചായക്കട ഉണ്ട്, അവിടുന്ന് ഒന്നെങ്കിൽ ഞാൻ പോയി മേടിക്കും, അല്ലെങ്കിൽ കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് എത്തിക്കും. അത് എൻ്റെ വണ്ടി വീട്ടിലുണ്ടെങ്കിൽ അതൊരു ചടങ്ങാണ് ഞങ്ങളുടെ അവിടെ. അങ്ങനെ സമയം ഉണ്ടെങ്കിൽ വൈകുന്നേരം നടക്കാൻ പോവും, പാടത്തു കൂടെയൊക്കെ ഒന്ന് നടക്കും, ചിലപ്പോൾ കുളത്തിലൊന്ന് പോയി ചാടും, കുറച്ച് നേരം അവിടെ നിൽക്കും, അമ്പലത്തിലൊന്ന് തൊഴുത് അവിടെ കൂടെയൊക്കെ കടന്ന് അവിടെ ഉള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞ് അവിടെ ഒരു എനിക്ക് അങ്ങനെ ഒരു പോകുന്ന വഴി മുഴുവൻ ഒരു ആളുകളുണ്ട്. കയറുന്ന വഴി കൃഷ്ണൻ്റെ വീടുണ്ട്, അവിടെ രമണിയമ്മായി ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് വർത്താനം, അവിടെ നിന്ന് അങ്ങനെ കയറിയാൽ മാലതി ആൻറ്റിയെ കാണും. അങ്ങനെ ആ ഒരു ചടങ്ങുണ്ട് അവിടെ. ഗോപാലകൃഷ്ണേട്ടൻ ഉണ്ടാവും. അങ്ങനെ അമ്പലത്തിൽ കയറുന്നു. പണ്ടൊരു മൂർത്തിയങ്കിൾ ഉണ്ടായിരുന്നു, അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. അപ്പം മൂർത്തിയങ്കിളിന് ഇപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. അങ്ങനെ ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരും, സിന്ധുവോ ബിന്ദു ചേച്ചിയോ ആരെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നുണ്ടാവും, അവരോട് വിശേഷം പറയും. പിന്നെ ലത ചേച്ചി ഉണ്ട്, പക്ഷെ ഞാനെപ്പോഴും രാധികയുടെ അമ്മ എന്നാണ് പറയുക. അപ്പം അവരുണ്ടാവും, അവരെ കണ്ടൊന്ന് വർത്താനം പറയും. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചൊരു അംഗനവാടി ടീച്ചറുണ്ട്, ഇങ്ങനെ രത്നകുമാരി ടീച്ചർ എന്നാണ് പേര് തെറ്റാണോ എനിക്കതറിയില്ല. അപ്പോൾ എപ്പോഴും അംഗനവാടി ടീച്ചർ എന്നാണ് അവരെ പറയുക. അവരെ കണ്ടൊരു 4 വർത്താനം പറയും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും.
പുസ്തകം വായിക്കും. ഇല്ലെങ്കിൽ അമ്മയുടെ പ്രെയർ സമയമാണ്, അപ്പം TV വല്ലാണ്ട് വെക്കാൻ പറ്റില്ല, അമ്മേനെ ശല്യപ്പെടുത്തണ്ട വെച്ചിട്ട്. അപ്പോൾ പുസ്തകം വായിക്കും, ഫോണൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കും. അത് കഴിഞ്ഞ് അമ്മ വരും, കുറച്ച് നേരം വർത്തമാനം പറയും, കുറച്ച് നേരം ഞങ്ങൾ TV കാണും. അമ്മയുടെ എന്തെങ്കിലുമൊക്കെ റെഗുലർ അമ്മയുടെ കാഴ്ചകളുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് കാണും. കുറേ ഇതാണോ അമ്മ കാണണേ, ഇതെന്താ കാണണേ അമ്മ എന്നൊക്കെ ചോദിച്ചാൽ അമ്മേനെ കുറേ ഇറിറ്റേറ്റ് ചെയ്യും. 10:30 ആയാൽ അമ്മ കിടക്കാൻ പോകും. അമ്മമാരുടെ ഒരു പരിദൂഷണ സെഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കേൾക്കണമല്ലോ. അതായത് പരിദൂഷണം ഇൻ ദ സെൻസ് അവിടെ ഇത് നടന്നു, ഇവിടെ നടന്നു, അപ്പുറത്ത് ഇത് നടന്നു, ഇപ്പുറത്ത് എനിക്ക് വീട്ടിൽ പോണ്ട അല്ലേ. എന്നിട്ട് ഞാൻ ഷോർട്ടിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞ അമ്മ ഞാൻ ഷോർട്ടിന്റെ ഇടയിലാ പറയൂ, ശാന്താന്റി വന്നിട്ട് പറയുകയാണേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അമ്മ ഞാൻ ഷോർട്ടിന്റെ ഇടയിലാ അങ്ങനെ. അത് ഡെയിലി അല്ലാണ്ടേ പറയും. അതല്ലെങ്കിൽ അമ്മയ്ക്ക് തീരെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ അമ്മയ്ക്ക് വോയിസ് നോട്ടും ഫോട്ടോ ഒക്കെ എടുത്തയക്കും. ഒരു നായക്കുട്ടി ഉണ്ട്, അപ്പം അമ്മ ഇവന്താ റൂമെന്ന് ഇറങ്ങണില്ല, ഇവന്താ എന്റെ പിന്നാലെന്ന് വിടണില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അപ്പൊ ഫോട്ടോ എടുത്ത് അയക്കും അമ്മ. അത് അമ്മ റെഗുലറായിട്ട് അമ്മ ചെയ്തോളൂ. അമ്മ വാട്സപ്പ് ഫോട്ടോ വീഡിയോ, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ മയിലോ കുരങ്ങിനൊക്കെ വന്നാൽ മയില് വന്നാൽ ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട് എപ്പോഴും. പാവ അമ്മ ഇപ്പൊ എപ്പോൾ മയില് വന്നാലും ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കും, എനിക്കത് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട്. ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും മയിലാണോ നടന്നു പോകുന്നത്. അവർക്ക് കാരണം എന്താണെന്നറിയോ, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് ഇത് ഷെയർ ചെയ്യാൻ ഒരു ക്യൂരിയസ്നെസ് ഉണ്ടാവും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്, ഞാൻ അവിടെ ചെയ്യുന്നതാണല്ലോ, അപ്പൊ അത് അമ്മ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു 10:30 ആകുമ്പോൾ അമ്മ കിടക്കും. പിന്നെ ഞാൻ കുറച്ചു നേരം സ്ക്രിപ്റ്റോ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ TV-യിൽ എന്തെങ്കിലും സീരീസോ. അമ്മ ഉറങ്ങിയാലാണ് ഞാൻ TV മെല്ലെ എടുക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീരീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിനിമകളൊക്കെ കാണാനുണ്ടെങ്കിൽ OTT-യിൽ ഇരുന്ന് കാണുന്നത് ഒരു 10:30-ക്ക് ശേഷമാണ്. പിന്നെ ഒരു 12, 1 മണിയൊക്കെ, മേ ബി ഒരു 2 മണി വരെയൊക്കെ ഇരിക്കും, പിന്നെ ഒന്ന് ഉറങ്ങും. അപ്പോൾ അനു, നമ്മൾ ഇത്രയും സംസാരിച്ചില്ലേ, ഇനി ഞാനത് ബ്രേക്ക് ചെയ്യാണ്. നമുക്കൊരു ചെറിയ ഗെയിം സെഷനിലേക്ക് പോവാം. എനിക്ക് പേടിയാണ് ഈ ഗെയിമൊക്കെ, മാത്രമേ തരാവുള്ളൂ. എനിക്കും അറിയത്തില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഗെയിം ഒക്കെ സെറ്റ് ചെയ്യുന്നത് സോനു പാപ്പടിയാണ്. സോനു ആണ് നമ്മുടെ ഗെയിം സെഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അനുവിന് വേണ്ടിയുള്ള ഗെയിം സെഷൻ സോനു ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് സോനു പാപ്പടി റൗണ്ടിലേക്ക് പോവാം. ഇതിനകത്തുനിന്ന് ഒരു ചിറ്റ് അനു എടുക്കും, അതിനകത്തൊരു വേർഡ് ഉണ്ടാവും, ഒരു വാക്കുണ്ടാവും. ആ വാക്ക് അനു വരച്ച് കാണിക്കണം. അതായത് ആ വാക്ക് എഴുതരുത്, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അത് വരച്ച്. കാര്യം ചോദിക്കട്ടെ, വരയ്ക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലേ? എങ്ങനെയാണ് ഇതിൽ ഗെയിം കളിക്കുന്നത്? ഇന്ന് തുഴഞ്ഞു നോക്കാം എവിടെയെങ്കിലും. ഈ കോളേജിലൊക്കെ ഈ സീനിയർ ചേട്ടന്മാർക്കൊക്കെ റെക്കോർഡ് ബുക്കൊക്കെ വരച്ചു കൊടുത്തത് ഇപ്പൊ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ ഉണ്ട്, എത്ര സമയം തന്നാലും വരയ്ക്കാൻ അറിയില്ല. അതൊരു കാര്യം, നോക്കാം നമുക്ക് എന്തായാലും. സെക്കൻഡ്, ടൂൾസ് വേണ്ടേ? തരൂ. 1.5 ചതിയായി പോയി. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യണ്ടാനു. വായിച്ചല്ലോ, ഞാൻ തുറക്കട്ടെ. ഇതൊരു ഭയങ്കര ചതിയായിട്ടോ. എന്റെ വര കണ്ടപ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് തോന്നിയില്ലേ? അതിനേക്കാളും നന്നായിട്ട് വരയ്ക്കാൻ അറിയാം. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഞാൻ വരച്ചില്ലെങ്കിൽ മോശമാണ്. ഓക്കെ, ഇത് പറയണേ, എന്നെ ചതിക്കരുത് എന്നൊക്കെ. തെയ്യം, അതിൻ്റെ ഒരു പെർഫോമിംഗ് വേർഷൻ. പടയണി, പെർഫോമിംഗ് ആണ്, സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ഒരു സാധനമാണ്. കഥകളി. അതെ, എന്തായാലും ഭരതനാട്യം നാടോടി നൃത്തം ഒന്നും ആയിരിക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതാ. ഞാൻ കഥകളി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മര്യാദയ്ക്ക് വരച്ചില്ലെങ്കിൽ മോശമല്ലേ? വേഗം വായിക്കട്ടെ, ആരും കാണരുതെന്നൊക്കെ. ഓക്കെ, ഇപ്പൊ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു തുടങ്ങി കേട്ടോ. എന്റെ വരെ പോന്നല്ലേ? ഇതാ, ഇത്ര ഡിഫിക്കൽട്ട് ഒന്നും തരരുത്, ചെറിയ സാധനങ്ങളൊക്കെ തരണം. നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും കിട്ടുന്നത്. മറ്റേ സൂര്യൻ, മല, ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു വീട്, അങ്ങനെയൊക്കെ. എൻ്റെ അമ്മേ. സോ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കണ്ടിട്ട് എൻ്റെ നെഞ്ചിടിക്കുന്നു, അത് വീഴുന്ന കണ്ടിട്ട്. പൂച്ച, പട്ടി, സിംഹമാണോ? സിംഹം, വാല്. 3 വാക്കുണ്ടോ? സിംഹവാലൻ കുരങ്ങനാണോ? ഓക്കെ, പെട്ടെന്ന് കുരങ്ങനെ കണ്ടുപിടിച്ചല്ലോ.
അല്ലല്ല, സിംഹവാലൻ എന്ന് വരെ ഓർത്തു. പിന്നെ ഞാൻ വിചാരിച്ചു വേറെ ഒന്നും വരച്ചില്ലല്ലോ, അപ്പൊ പിന്നെ തേർഡ് വേർഡ് എങ്ങനെ വരും. ഓക്കെ, അപ്പൊ എന്റെ ടൈമർ കഴിയുന്നതിന് മുമ്പ് ഞാൻ കണ്ടുപിടിച്ചു. തിരിച്ചു ഇതുപോലെയൊക്കെ സഹകരിക്കണം ഉറപ്പായിട്ട്. ഞാൻ എടുക്കണം അല്ലേ? ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? ഇംഗ്ലീഷ്. ഓക്കെ, ഇത് എന്ത് കാണിക്കണം എന്നാണ് എൻ്റെ സംശയം എന്നൊക്കെ. 2 ഓപ്ഷൻ ഞാൻ വരച്ചുതരാം കേട്ടോ. 1 വരാന്നൊക്കെ, 2 ഓപ്ഷൻ എന്നൊക്കെ. അതൊരു ഓപ്ഷൻ. ബട്ടർഫ്ലൈ. അതിൻ്റെ തന്നെ വേറെ ആ പേരില് ഒരു ഒരു ഡ്രിങ്ക് ഉണ്ട്, ഹണിബി. അതാണ് പെട്ടെന്ന് കിട്ടിയതെന്നല്ലേ. ഞാനൊരു അബ്കാരി കോൺട്രാക്ടറുടെ മകളാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കണക്ട് ആയത് അതാണ്. അടിപൊളി, ഇഷ്ടായോ? വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞതിന് താങ്ക് യു. നേരത്തെ അംഗനവാടിയിലെ കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഭയങ്കര നോട്ടിയായിരുന്നോ? അല്ല അല്ല, ഭയങ്കര ഞാൻ പാവൻകുട്ടിയായിരുന്നു. പാവൻകുട്ടി മാത്രമല്ല, ആരെങ്കിലും എന്നെ ഉറച്ചു നോക്കിയാൽ ഞാൻ കരയും. ആണ്, അതിപ്പോ ഇവിടെ വന്നിരുന്നപ്പോഴും പറഞ്ഞല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. ആ സമയത്ത് ഭയങ്കരമായിരുന്നു. ഒന്ന്, ഞാൻ വളരുന്ന സമയത്തുണ്ടല്ലോ, അച്ഛനും അമ്മയും തിരക്കായിരുന്നു, എന്നെ നോക്കാൻ അവർക്ക് സമയം കുറവായിരുന്നെങ്കിൽ കൂടി ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, താഴത്തും തലയിലും വെക്കാതെ വളർത്തിയിട്ടുണ്ട് എന്ന് പറയുമല്ലോ. ഇത് എന്നെ വളർത്തിയതല്ല, എന്നെ വളർത്തേണ്ടി വന്നിട്ടുണ്ട് വീട്ടുകാർക്ക് എന്നുള്ളതാണ്. എന്താ വെച്ചാൽ നിലത്ത് വെച്ചാലും ഞാൻ കല്ല് കടിക്കും എന്ന് പറഞ്ഞ് കരയും. എന്നെ കട്ടിലിൽ കൊണ്ടുപോയി കടത്തിയാൽ ഞാൻ പറയും കട്ടിൽ എന്നെ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കരയും. അപ്പം അങ്ങനെ അച്ഛനും അമ്മേനും ഞാൻ അങ്ങനെ കരഞ്ഞ് ശല്യപ്പെടുത്തുമായിരുന്നു. അത് കഴിഞ്ഞ് വളരുന്ന സമയത്ത് ഞാനും അനിയത്തി ലേറ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാനും അനിയത്തിയും മാത്രം പെൺകുട്ടികൾ, ബാക്കി എല്ലാ ചേട്ടന്മാരാണല്ലോ. അപ്പം അതിൻ്റെ എന്തോ ഒരു കുട്ടികളല്ലേ, അവരോടാണോ വികൃതി കാണിക്കണമെന്നൊക്കെ ചേട്ടന്മാരെ ചീത്ത പറയുമായിരുന്നു. അപ്പം അത് സൂത്രമാക്കിയിട്ട് നമ്മളതേ അവൻ എന്നെ നോക്കി പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കരയായിരുന്നു ഞാൻ. അങ്ങനത്തെ ഫുൾ എല്ലാത്തിനും കരച്ചിൽ കുട്ടിയായിരുന്നു. അവൻ നോക്കി, അവൻ ചീത്ത പറഞ്ഞു, അവൻ എൻ്റെ ബാഗ് എടുത്തോണ്ട് പോയി, അവൻ എൻ്റെ റിമോട്ട് എടുത്തോണ്ട്, ഇങ്ങനെ എല്ലാത്തിനും കരച്ചിലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. കരച്ചില്, വാശി. ഞാൻ വളരെ കുട്ടിയാകുമ്പോൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് എന്നൊക്കെ പിണങ്ങിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി പോയപ്പോഴും ഏറ്റവും നല്ല 3 പൊട്ട് അവിടെ ഞാനൊരു തോർത്തുമുണ്ടിൽ പൊതിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ പിണങ്ങി പോയതാ. അപ്പോൾ അനു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ ചില റോൾസ് ചെയ്യുമ്പോൾ? ചില റോൾ ചെയ്ത് വന്നു കഴിയുമ്പോൾ ടൈപ്പ് കാസ്റ്റ് ആയി പോയില്ലേന്ന് എന്നോട് പലരും ചോദിക്കും. എനിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഞാൻ കോൺഷ്യസും ആയിരുന്നില്ല. ഓഫ് ലേറ്റ് ആണ് ഞാൻ അത് കൂടുതൽ ആലോചിച്ച് തുടങ്ങിയത്. മുമ്പ് എല്ലാവരും എന്നോട് പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എൻ്റെ കയ്യിലല്ല. സിനിമയെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അല്ലേ എനിക്ക് ക്യാരക്ടേഴ്സ് തരേണ്ടത്. ഒരു റൈറ്ററും ഡയറക്ടറും എന്നെ പറ്റി മാറ്റി ആലോചിച്ചാലാണ് എനിക്ക് വേറൊരു ക്യാരക്ടർ കിട്ടുള്ളൂ. അതിപ്പം ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, റോക്ക് സ്റ്റാറിൽ VKP എന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആക്കിയിട്ട് ഞാൻ ഈ മുണ്ടും ബ്ലൗസും കോട്ടൺ സാരിയും എടുത്ത് നടന്നിരുന്ന എന്നെ പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ഷോർട്ട്സും അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാനും ഒക്കെ വേറെ ആലോചിക്കാനുള്ള ഒരു കറേജ് VKP കാണിച്ചത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ആളുകൾ കാണിച്ചാലേ എനിക്ക്, നമ്മളല്ല നമുക്ക് വേണ്ടി ഒന്നും എഴുതുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും, അങ്ങനെയുള്ള ഒരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്, വെടിവഴിപാട് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളം വെറുതെ ഇരുന്നു. അതേപോലത്തെ റോൾസ് തന്നെ വന്നുകൊണ്ടിരുന്നത് കാരണം. ഇപ്പം അയലി ചെയ്തതിന് ശേഷമാണ് എനിക്ക് വല്ലാണ്ട് സങ്കടമായത്. എന്താ വെച്ചാൽ അയലിയിൽ ഞാനൊരു 15 വയസ്സുകാരിയായ കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. അപ്പം ആ റോളോ ആ പെർഫോമൻസോ ആ ക്യാരക്ടറോ ഒക്കെ നോക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് 15 വയസ്സ് കുട്ടിയുടെ അമ്മ, പിന്നെ ഒരു 10-20 സിനിമയിലേക്ക് അമ്മ ചെയ്യുന്നതിലല്ല പ്രശ്നം, ആ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ. ഒരു ആക്ടറായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക നമുക്ക് എന്താ പെർഫോം ചെയ്യാനുള്ളത്, നമ്മളുടെ സ്പേസ് എന്താണെന്നുള്ളതാണ്. അപ്പം അതേപോലെ കുറേ വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു 10 months ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ
ഹര എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഫിലിം, അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 1.5 കൊല്ലം എനിക്ക് വെടിവഴിപാടിന് ശേഷം അതേപോലത്തെ റോൾസ് വന്നുകൊണ്ട് എനിക്ക് ചെയ്യാണ്ടിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴും നമ്മളുടെ ഒരു സർവൈവൽ ഉണ്ട്. ഇപ്പം എല്ലാത്തിനും നമ്മൾ ഇത്ര വലുതായി നമ്മൾ ജോലി എടുത്ത് തുടങ്ങിയപ്പം പിന്നീട് നമുക്ക് വീട്ടിൽ പോയിട്ട് പെട്രോൾ അടിക്കാൻ പൈസ തരൂ, ഭക്ഷണം കഴിക്കാൻ പൈസ തരൂ എന്ന് ചോദിക്കുന്നത് എന്തോ ഒരു വലിയൊരു മനപ്രയാസമാണ് നമുക്ക്, എനിക്കാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരേ പാറ്റേൺ അത് തമ്മിൽ ഭേദം ഏത് എന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പം അങ്ങനത്തെ കുറച്ച് സ്ട്രഗിൾസ് വരാറുണ്ട്. ടൈപ്പ് കാസ്റ്റ് ആയി എന്നുള്ളത് പലരും എന്നോട് പറയുമ്പം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അയലിക്ക് ശേഷമാണ് ഞാൻ അത് കുറച്ചും കൂടെ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോ അനു ഇനി ഒരു ചെറിയൊരു സെഷനും കൂടെ കുറച്ചൊരു ഓർമ്മ ഞങ്ങളോട് ഷെയർ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ കട്ട്, അതാണ് നമ്മുടെ റൗണ്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സ് അനുവിനെ കാണിക്കും, മൂവി. അപ്പോൾ അനു അതിൻ്റെ സ്റ്റാർട്ട് തുടങ്ങിയ സമയത്ത് ഉള്ള കാര്യം എൻ്റെ ഫിലിംസ് തന്നെയാണ്. അതെ, ആക്ഷൻ ഇൻ ബിറ്റ്വീൻ മൂവിയുടെ ഇടയ്ക്ക് നമ്മൾ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടാവും, അത് ഷെയർ ചെയ്യുക. കട്ട് സിനിമ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞ സിനിമ തന്നെ അയലി എൻ്റെ അടുത്ത് ആദ്യം ഡയറക്ടർ ഫോൺ ചെയ്ത സമയത്ത് ഡയറക്ടർ മുത്തുകുമാർ പറഞ്ഞു, മാം ഇങ്ങനൊരു സബ്ജക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മുത്തു വിശ്വസിക്കില്ല, ഈ ഒരു സബ്ജക്റ്റ് കൊറോണയുടെ സമയത്ത് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്താലോ എന്ന് ആലോചിച്ച ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം എന്നുണ്ട്, എന്തായാലും നമുക്കത് ആലോചിക്കാം, ഞാനിത് ചെയ്യാം, ഇല്ലെങ്കിൽ മുത്തു ഇത് ചെയ്യൂ, ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ വരുന്നതും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഇതിൽ സംസാരിക്കുന്ന ഓരോ ഡയലോഗും ഓരോ സീനും അത് എടുത്ത രീതിയും എല്ലാം എനിക്ക് സിനിമയുടെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ആ സിനിമ തുടങ്ങുന്നത്. ആൻഡ് അതിലേക്ക് വന്നു കഴിയുമ്പോൾ രാംജി സാറാണ് ക്യാമറ, സീനിയർ, കുറേ നല്ല ഫിലിംസ് ചെയ്തിട്ടുള്ള എല്ലാ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള രാംജി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം ഒരു സാറ് നമുക്ക് തരുന്നൊരു ഫ്രീഡവും നമുക്ക് തരുന്നൊരു സപ്പോർട്ടും നമുക്ക് തരുന്നൊരു മോട്ടിവേഷനും ഒക്കെ എൻ്റെ ഈ ക്യാരക്ടർ കുറുവമ്മാൾ ഇത്രയും ആളുകൾ ആക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേജർ പങ്ക് ഡയറക്ടറിൻ്റെ ഒപ്പം തന്നെ DOPക്കുമുണ്ട്. റിലീസിന് ശേഷം ആളുകൾ ആക്സെപ്റ്റ് ചെയ്തൊരു രീതിയും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഞങ്ങളെ എന്താ പറയുക, അവർ ഇങ്ങനെ നെഞ്ചിലാണ് കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ പേര് ടാറ്റു ചെയ്യുന്ന ആളുകൾ, രമ്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടീൻ്റെ അടുത്ത് പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. ആളുകൾ കുറേ വയസ്സായ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് നിങ്ങളെപ്പോലൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളുകളുടെ ഒരു ലവ്, അതാണ് ആ സിനിമേൻ്റെ. അയ്യോ എന്ത് ചെറുതാന്നല്ലേ, ഞാൻ 2014-15 ഷൂട്ട് ചെയ്തതാണ്, 10 കൊല്ലമായി അല്ലേ. യെസ്, അതാണ് എൻ്റെ മുഖമൊക്കെ കുറച്ച് കുഞ്ഞു മുഖം പോലെ. ഞാൻ സിനിമ തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് സാർ എന്നെ വിളിക്കുന്നു, ഈ ബുക്ക് വാങ്ങി വായിക്കാൻ പറഞ്ഞു. ഞാൻ ആ ബുക്ക് വാങ്ങി വായിച്ചപ്പം എന്നോട് എന്നിട്ട് പറഞ്ഞു അതിലേത് ക്യാരക്ടർ ഇഷ്ടമായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു ക്യാരക്ടറാണ് പറഞ്ഞത്. അത് പറ്റില്ല, അത് ചെറിയ ക്യാരക്ടറാണ്, എനിക്ക് നീ മറ്റേ ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു. സാധാരണ നമുക്ക് സെറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വണ്ടി തരും, ഓരോ ആക്ടേഴ്സിനും ഓരോ വണ്ടിയും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ. ഇത് ഞങ്ങളെല്ലാവരും എങ്ങനെയാണെന്നറിയോ, ഞാൻ, ചിന്നു, മൈഥിലി, സജിത മഠത്തിൽ, സംഗീത ചേച്ചി ഉണ്ട് ഒരു അസോസിയേറ്റ്, ഈശ്വര ഞാൻ ആരെയും വിട്ടിട്ടില്ലല്ലോ, മുത്തുമണി, ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ്. എന്നിട്ട് അവിടെ കൺട്രോളർ സേതു ചേട്ടനുണ്ട്, സേതു മണ്ണാർക്കാട്. സേതു ചേട്ടനൊക്കെ ചിലപ്പോൾ ദേഷ്യം വരും, നാളത്തെ ടൈമിംഗ് പറയാൻ ഓരോ റൂമിൽ വിളിച്ചാലും ആരും ഫോൺ എടുക്കില്ല, എല്ലാം കൂടെ ഏതെങ്കിലും ഒരു റൂമിലായിരിക്കും. ആ റൂമിലാണെങ്കിൽ മുമ്പ് ഏറ്റവും ലാസ്റ്റേ വിളിക്കുള്ളൂ. അപ്പം മുമ്പർക്ക് ദേഷ്യം വരും, എല്ലാത്തിനും കൂടെ വല്ല ഡോർമെറ്ററി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ സ്കൂളിൽ പോണ പോലെ എല്ലാവരും രാവിലെ പോവും, വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് വരും. ഇപ്പം എനിക്ക് അന്ന് ഷൂട്ടില്ല എന്ന് വിചാരിക്കൂ, എന്നാലും ഞാൻ മുണ്ടും ബ്ലൗസ് ഇട്ട് അത് കൂടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഇടയ്ക്ക് ഞാൻ പോയിട്ട് ആർട്ടിസ്റ്റിനെ വിളിക്കണോ, ഞാൻ പോയി വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി വിളിക്കും. അങ്ങനെ അവിടെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ എന്താ പറയുക, അത്ര കൂടി നിന്ന് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. അതിലൊരു പാട്ടുണ്ട്, ഞാനും ദുൽഖറും കൂടെ ഉള്ളൊരു പാട്ട്. അപ്പം രഞ്ജേട്ടൻ എന്നോട് പറഞ്ഞു, ആ വിളക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് നടന്നു വാ,
എന്ന് പറയുമ്പോൾ ഞാൻ വിളക്ക് പിടിച്ചിട്ട് നടന്നു വരിക. എന്നോട് ആളെ തല്ലാനല്ല വരാൻ പറഞ്ഞത്, കുറച്ച് അടക്കത്തിലും ഒതുക്കത്തിലും ഒതുങ്ങിയൊക്കെ വാ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പിന്നെ ഞാൻ വന്നു. അയ്യോ ഇവളോട് എങ്ങനെയാണ് ഇതൊന്ന് പറയുക, ഇങ്ങനെയല്ല നീ വരുന്നത് നിൻ്റെ കാമുകൻ്റെ അടുത്തേക്കാണ് എന്നുകൊണ്ട് വെച്ചാൽ ആളുകളുടെ മുന്നിൽ നിന്ന് മൈക്കിലാണ് ഈ ചീത്ത വിളിക്കുന്നത്. എനിക്ക് സങ്കടം വന്നിട്ട് എന്നുവെച്ചാൽ എനിക്ക് ചോദിക്കാനും പേടി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. ഇനി ഞാൻ സിനിമയുടെ കട്ട് മൊമെന്റ്. ആ സിനിമയിൽ എൻ്റെ കുറച്ച് സീൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ബ്യൂട്ടിഫുള്ളി അതിനകത്ത് കുളത്തിൽ ഞാനിങ്ങനെ എണ്ണയൊക്കെ തേച്ച് നീന്തി തുടിക്കുക, അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുള്ളി ഷൂട്ട് ചെയ്തൊരു സാധനമായിരുന്നു. പക്ഷെ അത് സീൻ വന്നില്ല. അത് ഞാൻ വളരെ സങ്കടത്തിൽ ചെന്നിട്ട് ചോദിക്കുകയുണ്ടായി. വളരെ എൻ്റെ ഉള്ളിൽ സങ്കടവും, പക്ഷേ ഞാൻ എൻ്റെ ആ സീൻ എവിടെ കുളി സീൻ എവിടെയെന്നാണ് ഞാൻ സത്യത്തിൽ ചോദിച്ചപ്പോൾ വന്നു പോയത്. അപ്പോൾ അവിടുന്ന് വേറൊരു കോ ആക്ടർ ആദ്യമായിട്ടാണ് ഒരു നടി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അപ്പം അങ്ങനെ അത് പുള്ളി ആ മൊമെൻറ്റ് അങ്ങോട്ട് ലൈറ്ററാക്കി വിട്ടിട്ട് പോയി. അതുണ്ടായിട്ടില്ല. അതാണ് എനിക്ക് എപ്പോഴും ആദ്യം പോസ്റ്റ് ഞാൻ ഓർമ്മ വരിക. ഓക്കെ, സോ നമുക്ക് അടുത്ത മൂവിയിലേക്ക് പോവാം. വെടി ഒരുപാട് ആദ്യം തന്നെ കട്ട് മൊമെൻ്റ് ആണ് ഓർമ്മ വന്നത്. ആ പോസ്റ്റർ എന്നെ ഒരുപാട് പേര് കളിയാക്കുമായിരുന്നു ആ പോസ്റ്റർ കണ്ടിട്ട്. ആ ഇടയ്ക്കാണെങ്കിൽ ആ ഒരു ബ്ലൂ നൈറ്റിയും അതിങ്ങനെ ഒരു കാറ്റടിച്ചിട്ട് നമ്മുടെ ഒരു ബോഡി ഷേപ്പ് കാണുന്ന പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് വലിയ പോസ്റ്ററായിട്ട് എല്ലാവരും കാണുമ്പോഴേ എല്ലാവരും ആ സമയത്ത് എന്നെ കളിയാക്കുമായിരുന്നു. കട്ട് മൊമെൻ്റ് ആണ് ആദ്യം പറഞ്ഞത്. വെടി ഒരുപാട് സിനിമ ഞാൻ തുടങ്ങും മുന്നേ തന്നെ എനിക്കത് കമ്മിറ്റ് ചെയ്യണോ വേണ്ടേന്ന് ഒരുപാട് പേടിയും ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിരുന്നൊരു സിനിമയുമാണ്. പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ അരുൺകുമാർ അരവിന്ദ് എന്നോട് പറഞ്ഞു അതിനൊന്ന് സ്ക്രിപ്റ്റ് വായിക്കൂ, അതിനൊന്ന് കഥ ഡീറ്റെയിൽഡായിട്ട് കേൾക്കൂ, എന്നിട്ട് ഡിസൈഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു അരുൺ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ കുറേ ഇൻഹിബിഷനും ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളൊരു ആക്ടർ. അന്ന് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല. ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല, പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അന്ന് അതുപോലും ഇല്ല. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഇത് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ ശംഭുവിനെ വിടാമെന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്തുനിന്ന് ശംഭു പട്ടാമ്പി വീട്ടിലേക്ക് ഫുൾ സ്ക്രിപ്റ്റ് ഇത്ര കട്ടിയുള്ളൊരു സ്ക്രിപ്റ്റും കൊണ്ട് വന്ന് ഞാനത് ഫുൾ വായിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്തൊരു 9 സീൻ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് അനുവിന് എന്താണോ കംഫർട്ടബിൾ ആവുന്നത് നമുക്ക് ആ രീതിയിൽ അത് ചെയ്യാം. സീനിന് എഫക്റ്റ് ആവാത്ത രീതിയിൽ നമുക്കത് എന്താ വെച്ചാൽ കറക്ഷൻസ് ചെയ്യാം. അനു എപ്പോൾ സെറ്റിൽ നിന്ന് അൺകംഫർട്ടബിൾ ആവുന്നു, അതിപ്പോൾ 10 ദിവസം ഷൂട്ട് ചെയ്തിട്ടായാലും 20 ദിവസം ഷൂട്ട് ചെയ്തിട്ടായാലും അനു അൺകംഫർട്ടബിൾ ആകുമ്പോൾ അപ്പം അനുവിന് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി എഗ്രിമെൻ്റ് എനിക്ക് അങ്ങനെ തന്നിരുന്നു. അപ്പം അങ്ങനെ ഉള്ളൊരു സിനിമയാണ് വെടി ഒരുപാട്. അങ്ങനെ ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നെ വളരെ കംഫർട്ടബിളായിട്ട് ആ ടീം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ റോൾ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയും ഇൻഹിബിഷനുള്ള ഒരു ആക്ടറായിരുന്ന സമയത്ത് ആ ടീം എന്നെ അങ്ങനെ രാജകുമാരീനെ പോലെ ടേക്ക് കെയർ ചെയ്ത് നടന്നത് കൊണ്ടാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് ആ സിനിമയിൽ. അവരെല്ലാവരും ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും കംഫർട്ടബിൾ അല്ലേ, ഓക്കെ അല്ലേ, കംഫർട്ടബിൾ അല്ലേ, ഓക്കെ. എന്താ വെച്ചാൽ ഞാനൊരു പെൺകുട്ടിയാണല്ലോ അവരുടെ 4 പേരുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പം എൻ്റെ അമ്മ കൂടെ വരുന്ന കാലം അപ്പം അമ്മ സെറ്റിലുണ്ട്, കംഫർട്ടബിൾ അല്ലേ, അമ്മ ഓക്കെ അല്ലേ, കംഫർട്ടബിൾ അല്ലേ, ഇങ്ങനെ എന്നെ ടേക്ക് കെയർ ചെയ്ത് ത്രൂ ഔട്ട് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഞാൻ പറയില്ലേ രാജകുമാരീനെ പോലെ കൊണ്ടു നടന്നൊരു സിനിമ വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് കഴിഞ്ഞു, റൗണ്ട് കഴിഞ്ഞു. നെക്സ്റ്റ് റിവേഴ്സ് കാർഡ് റൗണ്ട് ആണ്. ഓക്കെ, അനുവിന് ഞാനൊരു ചാൻസ് തരാണ്. എന്നോടൊരു 3 ചോദ്യം ചോദിച്ചിട്ട് പോവാം. 3 ചോദ്യം ചോദിക്കാം? 3 ചോദിക്കാം. എന്താ ഒരു ആവേശം. അടിപൊളി. ഞാൻ ആങ്കറിങ് ചെയ്തിരുന്നു അറിയാലോ? അറിയാം. എൻ്റെ ആങ്കറിങ് കാലത്തെ എല്ലാ ഗസ്റ്റിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരം ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചോദിക്കാം. ശ്രീനിധി ആസ് എൻ ആക്ടർ ആസ് എൻ ആങ്കർ എങ്ങനെയാണ് ശ്രീനിധിനെ റേറ്റ് ചെയ്യുന്നത്? എത്ര മാർക്ക് കൊടുക്കും? എങ്ങനെ റേറ്റ് ചെയ്യുന്നു? എത്ര ഔട്ട് ഓഫ് 10 ആണോ? ഔട്ട് ഓഫ് 10. ഓക്കെ, ഔട്ട് ഓഫ് 10 5. ഓക്കെ. ഒരു വിജയ്ക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സ്പോണ്ടേനിറ്റി. പിന്നെ എനിക്ക് തോന്നുന്ന ക്വാളിറ്റി സ്പോണ്ടേനിറ്റിയേക്കാളും ഒക്കെ അതൊക്കെ നമുക്ക് ബൈ പ്രാക്ടീസ് വന്നോളും, അതൊക്കെ വരും. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വന്നിരിക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റോ ഹൂഎവർ അപ്പം ചിലപ്പോൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാത്ത രീതിയിൽ അതൊന്ന് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്കത്. അല്ല, ഞാനൊക്കെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചത് ഒരു കാര്യം എന്താ വെച്ചാൽ മീഡിയ എന്ന് പറയുന്നത് ആളുകളെ ഗൈഡ് ചെയ്യാൻ
ആളുകൾക്ക് നേർവഴി നല്ല വഴി ചെയ്യാൻ കാണിച്ചു കൊടുക്കാൻ, അവർക്ക് ശരി തെറ്റുകൾ തിരിച്ചറിവുണ്ടാക്കി നല്ലത് തിരഞ്ഞെടുക്കാനുള്ള അവരെ പ്രാപ്തരാക്കുന്നു. അല്ലെങ്കിൽ ശരി സത്യം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു മീഡിയയുടെ ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതും. പക്ഷേ ഇപ്പം അത് വളരെ വ്യത്യാസമായിട്ട് ഈ കണ്ടൻറ്റ് വൈറലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെഡിങ് മാറ്റി കൊടുക്കുന്നത്, ഒരു ബന്ധമില്ലാത്ത ഹെഡിങ് കൊടുക്കുന്നത്, വാർത്ത ക്രോസ് ചെക്ക് ചെയ്യാണ്ട് കൊടുക്കുന്നത്, എനിക്ക് തോന്നുന്നു അങ്ങനത്തെയൊക്കെ ഒരു ബാഡ് ഫേസ് ഇപ്പം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവേഴ്സ് കാർഡും കഴിഞ്ഞു, 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് പോകാൻ നേരത്ത് ഒരു ചെറിയൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് എല്ലാ വരുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് നമുക്കൊരു സ്ലാം ബുക്ക് ഉണ്ട്. സ്ലാം ബുക്കിനകത്ത് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്, ഒരു സെന്റൻസോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എഴുതാം. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് വരുമ്പോഴും എഴുതും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗസ്റ്റ് ഗൗരി ലക്ഷ്മി ആയിരുന്നു, സിംഗർ. സോ ഗൗരി എഴുതിയൊരു നോട്ടുണ്ട്, അത് അനുവാണ് വായിക്കുന്നത്. ഞങ്ങൾ ആരും വായിച്ചിട്ടില്ല, അത് അനു ഇപ്പോൾ ഇവിടെ വായിക്കും. എന്നിട്ട് അനുവിന്റെ നോട്ട് എഴുതും. അനുവിന്റെ നോട്ട് നമ്മുടെ അടുത്ത ഗസ്റ്റ് ആയിരിക്കും വായിക്കുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലാം ബുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്ലാം ബുക്ക് ഇതാണ്. ഓക്കെ ഓക്കെ, സോ ഗൗരിയുടെ നോട്ട് അനു വായിച്ചിട്ട് അടുത്ത് എഴുതിക്കും. പെണ്ണ് കൊടുത്തു. Thank you so much for having me here. The interaction was respectful and peaceful, and all the very best to all crew. Gauri Lakshmi. Okay. അപ്പോൾ ഇനി എല്ലാവർക്കും പിന്നെ ഞാൻ എഴുതണം അല്ലേ? യെസ്. സോ അനു, ഇന്റർവ്യൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു സോ മച്ച്. ഞാൻ കുറേ സമയം എന്തൊക്കെയോ ചെയ്ത് ഒരുപാട് സമയം നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ആൻഡ് താങ്ക്സ് എ ലോട്ട്. ഞാൻ ഇങ്ങനത്തെ പരിപാടികളിലൊന്നും അധികം പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫൺ. നന്നായിരുന്നു, നന്നായിട്ട് പോയി. ആൻഡ് താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് അനു. ബൈ ബൈ ബൈ.